കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളതായ പാഠഭാഗമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 5-ാമത്തെ പാഠമാണ്, ബൈബിൾ എങ്ങനെ പഠിക്കാം. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അവസാനം വരെ ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. പാസ്റ്റർ രാജു ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തകം എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഈ 5-ാമത്തെ പാഠം ചർച്ച ചെയ്യേണ്ടുന്നത്. ഇതിന് പല വിധത്തിൽ പഠിക്കുവാനുള്ളതായ വഴികളുണ്ട്. ഓരോ വ്യക്തികളുടെയും ഇഷ്ടത്തിനനുസരിച്ചും അവരുടെ സമയത്തിനനുസരിച്ചും, എന്നാൽ ദൈവ വചനം തന്നെ അനുശാസിക്കുന്നതായ ചില മാർഗങ്ങളും ഇത് പഠിക്കുന്നതിനുണ്ട് എന്ന് നാം ഇന്ന് പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. അതിപ്രകാരം പറയുന്നു: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പാസ്റ്റർ മഹേഷ്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ജീവനുള്ള വചനമാണ്. അത് വേദപുസ്തകം പറയുന്നതിന് പ്രകാരം അത് വെറുതെ അത് ഉരുവിടുന്നതല്ല, അത് നിവർത്തിക്കാതെ മടങ്ങിപ്പോവുകയുമില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ അതിരാവിലെ സമയമാണ് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ രാവിലെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്നത്? കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അതിരാവിലെ ഇരുട്ടോടുകൂടെ കർത്താവ് യേശുക്രിസ്തു വിജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ പിതാവായ ദൈവവുമായിട്ട് ക്രിസ്തു ഒരു ഈടാർന്ന ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നതായിട്ടുള്ള സമയമെന്ന് പറയുന്നത് അതിരാവിലെ ഇരുട്ടോടുകൂടി പ്രഭാതം എത്തുന്നതിന് മുമ്പ് ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ നമുക്ക് ഏകാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ സാധ്യമാവുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രഭാതമെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറ്റിരിക്കുവാൻ ഏറ്റവും അനുഗ്രഹമേറിയ സമയമാണ് പ്രഭാതമെന്ന് കാണുവാൻ സാധിക്കും. മറ്റൊരു തടസ്സങ്ങളുമില്ലാതെ നമുക്ക് ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്ന, ദൈവവചനം പഠിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം പ്രഭാതം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പാസ്റ്റർ രാജു, ബൈബിൾ വായിക്കുന്നത് നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ എല്ലായ്പ്പോഴും അത് എന്ത് ചെയ്യാറില്ല, സംഭവിക്കാറില്ല. എന്തുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്നതിനുള്ളതായ താല്പര്യം മനുഷ്യന് കുറഞ്ഞു വരുന്നത്? ബൈബിള് വാസ്തവത്തിൽ നമ്മൾ വായിക്കേണ്ടത് അനിവാര്യമാണെന്നൊക്കെ പറയുമ്പോഴും പിശാച് അതിൻ്റെ പിന്നിലൊരു ശക്തിയായിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു അനുഭവത്തിലായിത്തീരും. അതുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ പലപ്പോഴും സമയബന്ധിതമായിട്ടുള്ളൊരു ക്രമീകരണം നാം നടത്തിയാൽ മാത്രമേ അതിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നാം പഠിക്കുന്ന വചനങ്ങൾ അത് ദൈവത്തോടൊരു ആലോചന ചെയ്യണം. ദൈവമേ, ഞാൻ പഠിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കി തരണമെന്ന്. അതുപോലെ തന്നെ അതിന് സമയം കണ്ടെത്തുകയും അതിൻ്റെ അന്തസ്സത്തെ എന്തെന്ന് കൂടുതലൊരു നാം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മളങ്ങനെയാണ്, സമയമില്ലാത്ത കൊണ്ട് തന്നെ എടുക്കുന്നത് വെച്ചാൽ പെട്ടെന്നൊരു വായന, ആ വായനയിലൊന്നും നമുക്ക് നേടുവാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വായനയുടെ സമയമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ പ്രതിപാദിച്ചതുപോലെ തന്നെ കർത്താവ് ചെയ്തതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്രഭാതത്തിൽ ഉണരുമ്പോൾ അതിന് പ്രയറായിട്ടൊരല്പസമയം കണ്ടെത്തുവാൻ, അത് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൈവവചനം പഠിക്കുവാനായിട്ടൊരു സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വചനത്തിൽ കൂടുതൽ അടിയുറച്ച് നിൽക്കുവാൻ സാധ്യമാകും. ഈ പാഠകർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനൊരു സമയം കണ്ടെത്തി കൃത്യമായിട്ടൊരു ക്ലിപ്തതയോടുകൂടി ഒരു 10, 20, 21 ദിവസം സ്ഥിരമായിട്ട് നാം വായിക്കുകയും അത് രേഖപ്പെടുത്തുകയും അത് എഴുതി വെച്ച് അതിന് എന്താണെന്ന് വീണ്ടും നമ്മൾ പഠിക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അത് അടിയുറച്ച് നിൽക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്താണെന്ന് അറിയാമോ, നാം വീണു പോകും. പാസ്റ്റർ മഹേഷ്, അതുപോലെ ഈ വേദപുസ്തകം വായിക്കുന്നത് വളരെ പ്രധാനമാണ്. വേദപുസ്തകം ധ്യാനിക്കുന്നത് അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവ രണ്ടും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ വർധനയ്ക്ക് കാരണമായി തീരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നോക്കുമ്പോൾ
നമ്മൾ വേദപുസ്തകം എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേദപുസ്തകം തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പറയും. കാരണം നമ്മൾ ബൈബിൾ പഠനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും തമ്മിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട് ആശയവിനിമയം നടത്തുക, ദൈവത്തോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് അവതരിപ്പിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയോടുകൂടിയാണ്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ ദൈവം നമുക്ക് തുറന്നു നൽകുന്നത് തിരുവചന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബൈബിളിലൂടെയാണ്. മുൻകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരിലൂടെ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമയങ്ങളിൽ ആ പ്രവാചകന്മാർ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ദൈവിക അരുളപ്പാടുകൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനാ രൂപേണ, അതേസമയം ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ. അപ്പോൾ വചന പഠനവും പ്രാർത്ഥനയും ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആശയവിനിമയം പൂർണ്ണമാകുന്നതെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ധ്യാനവും ബൈബിൾ പഠനവും ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ള വചനമാണ് എന്നും ആ വചനം നമ്മെ എന്ത് ചെയ്യുന്നു, ജീവിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് ഒക്കെ പറയുന്നു. ദിവസത്തിൻ്റെ ഏത് ഭാഗത്താണ് കർത്താവ് യേശു ക്രിസ്തു ദൈവവുമായിട്ടുള്ളതായ ബന്ധം സ്ഥാപിക്കുവാൻ ചിലവിട്ടിരുന്നത്? ദിവസത്തിൻ്റെ ഏറ്റവും പ്രഭാതത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നമുക്കും ഏറ്റവും വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. എല്ലാ ദിവസത്തിൻ്റെയും തുടക്കം അത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായിരിക്കും. എന്നാൽ പാസ്റ്റർ ഇവിടെ പ്രതിപാദിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നതും അനിവാര്യമായൊരു ഘടകമാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഇന്ന ഒരു നിബന്ധനയില്ല, ഇപ്പോൾ വായിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണം എന്നുള്ളത്. എപ്പോഴും നമുക്ക് ദൈവത്തോട് അഭിമുഖം ചെയ്യാം. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷം ആഫ്റ്റർ എ ലോങ് ഡേ യേശു ക്രിസ്തു വൈകുന്നേരം മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചതായിട്ട് വേദോത്സവം പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സമയമില്ല എന്ന് പറഞ്ഞാലും ഏകാഗ്രമായ ഒരു സമയം അനിവാര്യമാണ് ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി. നാം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ വെറും ജൽപ്പനങ്ങൾ ചെയ്യാതെ, വെറും കാപട്യപരമായ വാക്കുകൾ ഉച്ചരിക്കാതെ ദൈവവുമായിട്ടുള്ളതായ ഒരു പേഴ്സണൽ കണക്ഷൻ അത് ഏറ്റവും അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് യേശു ക്രിസ്തു രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചതായി വേദപുസ്തകം പറയുന്നു. എന്നാൽ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് അവർ ദിവസത്തിൻ്റെ 3 പ്രാവശ്യം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നു. വേദപുസ്തക പരിശോധന നമ്മൾ നടത്തുമ്പോൾ സമാഗമന കൂടാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് രാവിലെയും വൈകുന്നേരവും ഉള്ളതായ യാഗവുമായി ഈ പ്രാർത്ഥനയെ തുലനം ചെയ്തിരിക്കുന്നു. നമുക്കിപ്പോൾ ഒരു ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ചർച്ചയിലേക്ക് കടന്നു വരും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, ദൈവവുമായുള്ളതായ ഒരു ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്രകാരമാണ് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുന്നത്, ആ ബന്ധപ്പെടുന്നതായ സമയം എപ്പോഴാണ്, അതിൻ്റെ പ്രാധാന്യം എന്തെന്നൊക്കെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നാം ദൈവവുമായി ഇപ്രകാരം ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഇവിടെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നെ അന്വേഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം, രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അതിനുശേഷം നമ്മൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയാണ് എങ്കിൽ ദൈവം ആ ദേശത്തിന് തന്നെ സൗഖ്യം വരുത്തും എന്നാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ടത് ഒന്നാമതായിട്ട് നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ആ താഴ്മയുടെ അനുഭവം ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം എന്നുള്ളതാണ്. പാസ്റ്റർ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതായ സമയം എന്ന് പറയുന്നത് പല സമയത്തും നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും. നേരത്തെ പാസ്റ്റർ തന്നെ പറഞ്ഞതുപോലെ നമുക്കൊരു ഏകാഗ്ര ചിത്തയോടുകൂടെ അന്വേഷിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവവുമായി സമയം ചിലവഴിക്കുന്നതായ ശീലം ഉണ്ടാക്കിയെടുക്കാൻ എപ്രകാരം സാധിക്കും? തീർച്ചയായിട്ടും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1 ക്രോണിക്കൽസ് 16:11 പറയുകയാണ്, യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവിൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കണമെങ്കിൽ ഇവിടെ പാസ്റ്റർ പ്രതിപാദിച്ചതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥനാശീലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാം ദൈവത്തിൻ്റെ വചനം വായിച്ച് ഗ്രഹിക്കുവാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണം.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാൻ സാധ്യമാകത്തില്ല. അതാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ധ്യാനിക്കണം. ഈ ധ്യാനിക്കുമ്പോൾ മാത്രമേ ദൈവത്തോടൊപ്പം നമുക്ക് സമയം ചിലവഴിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവിക അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടണം. പലപ്പോഴും നമ്മൾ ഇതൊരു കർമ്മം പോലെ ചെയ്താൽ, ഒരു ശുശ്രൂഷ പോലെ ചെയ്താൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമയം കണ്ടെത്തി നാം തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അതിന് കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യണം. അത് ആഴത്തിൽ പഠിക്കുമ്പോൾ മാത്രമേ അതിൽ ആഴത്തിലുള്ളതായ അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് ദൈവത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാനായിട്ട് സാധ്യമായി. പാസ്റ്റർ മഹേഷ്, നമ്മൾ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ ആഴത്തിലുള്ളതായ ഒരു വചന പഠനം സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇവിടെ ഗ്രന്ഥകർത്താവ് ചില മെത്തേഡുകൾ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് വേർഡ് ബൈ വേർഡ്, ഓരോ വാക്കുകൾ വളരെ ഹൃസ്ത്യതയോടുകൂടി അത് പഠിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഓരോ അധ്യായങ്ങളും തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ബുക്കുകളും, ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം സെപ്പറേറ്റായിട്ട്, മർക്കോസിൻ്റെ സുവിശേഷം, യെശയ്യാ പ്രവചനം, അങ്ങനെ ഓരോ പുസ്തകങ്ങളും തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കോൺകഡൻസും അതുപോലെ തന്നെ ബൈബിൾ ഡിക്ഷണറിയും ഒക്കെ ചേർത്ത് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ആഴത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനുള്ളൊരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചില്ല എങ്കിൽ നമ്മുടെ ദിനം പ്രതിയുള്ള ഭക്ഷണം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് വലിയൊരു ഉദാഹരണമാണ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ വളരെ ശക്തിയോടുകൂടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തോടൊപ്പം ചേർന്ന് പോന്നു. എന്നാൽ AD 300 കാലഘട്ടം എത്തുമ്പോഴേക്കും ദൈവവചനം പഠിക്കുന്നതിന് പകരം അവർ ലോകത്തിൻ്റെ പിന്നാലെ പോയതിൻ്റെ ഫലമായിട്ട് ഇന്ന് ദൈവവചനത്തിൽ നിന്നും 30,000-ഓളം സഭകൾ ഊരിത്തിരിഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു ദൈവവചനം പഠിക്കുവാൻ അല്ലെങ്കിൽ സത്യത്തെ ഉൾക്കൊള്ളുവാൻ പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ട് സത്യം വെടിഞ്ഞ് റോമൻ പാരമ്പര്യം കൊണ്ട് പിന്നാലെ പോയതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചതെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആഴത്തിലുള്ള വേദപഠനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അത് വളരെ പല മെത്തേഡുകളും ഉപയോഗിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും. നാം ഈ ഡോക്ടറൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ബൈബിൾ പഠിച്ച സമയത്ത് അവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതായ ഒരു രീതിയുണ്ട്, DBS, ഡെയിലി ബൈബിൾ സ്റ്റഡി. ഒരു വേദഭാഗം എടുക്കുക, അതിൽ ചില ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കുക, അതിൽ ദൈവത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, ആ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രത്യുത്തരം എന്താണ്, നാം അതിന് പ്രത്യുത്തരമായി എന്താണ് നമുക്ക് ദൈവത്തോട് പറയാനുള്ളത് എന്നുള്ളതായ രീതികളൊക്കെ നാം അനുവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലുമൊക്കെ അത് പ്രയോജനകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനകളിലും കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചിരുന്ന് വേദപുസ്തകം പഠിക്കുന്നതായ സമയത്ത് ഈ DBS എന്നുള്ളതായ അവസ്ഥ, ഡെയിലി ബൈബിൾ സ്റ്റഡി രീതികൾ, അത് നമുക്ക് അവലംബിക്കുവാനും അത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ കഥകൾക്കുള്ളിൽ ഉള്ളതായ സാരാംശം എന്താണ്, ദൈവം നമ്മോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആ കഥയിൽ നാം എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ആ കഥയുടെ പശ്ചാത്തലത്തിൽ നാം ദൈവത്തോട് എങ്ങനെ സഹകരിക്കണം എന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ബന്ധത്തിൽ, ഈടാർന്ന ബന്ധത്തിൽ ചേരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. വെറുതെ നാം വേദപുസ്തകം വായിച്ച് പോകുന്നതിന് പകരം നമ്മുടെ ശ്രദ്ധ അതിൽ പതിച്ച് ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത്. പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാം പ്രാർത്ഥിക്കുന്നത് നാം ദൈവത്തോട് സംസാരിക്കുകയാണ്, നാം വേദപുസ്തകം വായിക്കുന്നത് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ വി നീഡ് ടു ലിസൺ ടു ഗോഡ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടതായ ആവശ്യമുണ്ട്. ആ സംസാരം നാം കേട്ടുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് പ്രത്യുത്തരം പറയുവാനും ദൈവം എന്താണ് നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുവാനും കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ആഴ്ചത്തെ പാഠത്തിൽ വിഭിന്നങ്ങളായ പഠന രീതികൾ അവലംബിച്ചിട്ടുണ്ട്. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വാക്യമായും അധ്യായമായും പുസ്തകമായും
പിന്നെ അതുപോലെ തന്നെ സമാനമായ ഓരോ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷയാസ്പദമായി നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പിന്നെ രക്ഷയുടെ രക്ഷണീയ പദ്ധതിയുടെ ഭാഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആഴത്തിലുള്ളതായ ചിന്തകൾ ഈ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ പ്രേക്ഷകർ അത്തരത്തിൽ വേദപുസ്തകം പഠിക്കുവാൻ സമയം ചിലവഴിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളുടെ ഒപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനെക്കുറിച്ചും നാം ധ്യാനിക്കുന്നതിനെക്കുറിച്ചും ദൈവം നമ്മോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ദൈവവചനം പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് നാം പഠിച്ചതായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഷെയർ ചെയ്യുന്നതായ സമയത്തും നാം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. ഈ ഷെയർ ചെയ്യേണ്ടുന്നതായ ആ ഒരു പ്രക്രിയയുടെ പ്രാധാന്യം എന്താണ്? തീർച്ചയായിട്ടും ദൈവവചനം നാം ഹൃദ്യസ്ഥമാക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് പകർന്നു നൽകുവാൻ കൂടി പ്രാപ്തരാകേണ്ടിയിരിക്കുന്നു. കാരണം വരും തലമുറയിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ സഭയ്ക്ക് വളരുവാൻ സാധ്യമാകുകയുള്ളൂ, വ്യക്തി ജീവിതങ്ങൾക്ക് വളരുവാൻ സാധ്യമാകുകയുള്ളൂ, പൊതുസമൂഹത്തെ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രതിപാദിച്ചതുപോലെ വേദപുസ്തകം നാം വായിക്കണം, അതിനെ നാം ധ്യാനിക്കണം, അതുപോലെ തന്നെ അതിനെ നമ്മൾ എഴുതപ്പെടണം, അല്ലെങ്കിൽ അത് പകർത്തി വയ്ക്കണം. നമുക്ക് എപ്പോഴൊക്കെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിനെ അന്തസ്സത്തെ മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം. ഇത് പകർന്നു നൽകുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ ആഴത്തിൽ ദൈവവചനം ഗ്രഹിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ പലരിലേക്ക് നാം ദൈവവചനം പകരുമ്പോൾ അത് അനേകരുടെ രക്ഷയ്ക്ക് വഴികാട്ടിയായി മാറും. നാം അറിഞ്ഞതായ സത്യം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ. അതുകൊണ്ട് ആത്മീക വളർച്ചയോടൊപ്പം തന്നെ നാം കാണേണ്ടത് ദൈവവചനം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുകൂടിയുള്ളതായ പ്രക്രിയ നമ്മളിൽ കൂടി സാധ്യമാകും. അതുകൊണ്ട് ഓരോ വ്യക്തികളും ദൈനംദിന ജീവിതത്തിൽ വേദപുസ്തകത്തെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് അത് പകർന്നു നൽകുവാനുള്ള ജ്ഞാനം പ്രാപിച്ച് ഒരു പൊതുസമൂഹത്തെ ദൈവത്തിന് വേണ്ടി വാർത്തെടുക്കുവാനുള്ള പ്രക്രിയയിലായിരിക്കണം. സാധാരണ ഈ സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പറയുന്നതായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ്, നിങ്ങളത് ഓർത്തിരിക്കും. നിങ്ങളത് ഓർത്തിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ മഹേഷ്, ഈ ദൈവവചനം പഠിക്കുന്നതിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും ഉള്ളതായ നേട്ടം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നത് നിൻ്റെ വചനം ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് എനിക്ക് മഹാഭാഗ്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്? നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സത്യങ്ങളെ വെളിപ്പെടുത്തി നൽകാം. അതിന് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണമെന്നും പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യങ്ങളിലും നമ്മെ വഴി നടത്തുമെന്നും തിരുവചനം പറയുന്നു. അപ്പോൾ നമ്മളൊരു പരിശുദ്ധാത്മ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പിലൂടെ നമ്മൾ ദൈവവചനം പഠിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൽ പറയുന്നു, നമ്മൾ ആചരിച്ച് നടക്കേണ്ട, അനുസരിച്ച് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് അനുസരിച്ച് നടക്കേണ്ടത്, നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത്, നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ആത്മീക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈനംദിനം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അടയാളമായിട്ട് നമ്മുടെ കയ്യിലും നമ്മുടെ നെറ്റിയിലും കെട്ടണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും സദാസമയത്ത് ഉപദേശിച്ചു കൊടുക്കണമെന്ന് മോശ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനർത്ഥം സദാസമയത്തും നമ്മൾ ദൈവവചനം എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് കേൾക്കുകയും അത് അറിയുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് വെളിപാടുകാരനായ യോഹന്നാൻ ആരംഭിക്കുന്നത്, ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ച് കേൾക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവരും അത് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മളത് പഠിക്കണം, മറ്റുള്ളവരെ അത് അറിയിക്കണം. അതോടൊപ്പം കൂട്ടായി ആ എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നടക്കുമ്പോൾ തീർച്ചയായും നമ്മളെയും ദൈവം ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. പാസ്റ്റർ രാജു, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് മഹാപ്രതിഫലം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ഈ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുകയും അതിൽ പ്രതിഫലം കണ്ടെത്തുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അതെന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ഉത്തേജനമായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് വേദപുസ്തകം ഇവിടെ പാസ്റ്റർ നേരത്തെ പ്രതിപാദിക്കുകയുണ്ടായി. 119 സങ്കീർത്തനത്തിന് 105 വാക്യം പറയുന്നത് എന്താണ്? വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി തീരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വചനം അത്രമാത്രം നമ്മെ വഴികാട്ടിയായി നടത്തുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ഉണർവ് നൽകുന്ന ഒരനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ആ ദൈവാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണമെങ്കിൽ അവനെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അന്തസ്സത്തോടുകൂടി നാം ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്കൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. കാരണം ദൈവത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ നിന്ന് മാത്രമാണ്. ഇത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല. ഇന്ന് പൊതുസമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോയിടത്തും ഓരോരോ സംഭവ വികാസങ്ങളെയൊക്കെയും മുൻനിർത്തിക്കൊണ്ട് അത് ദൈവികതയാണ് എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെയും ശോധന ചെയ്യേണ്ട ഇടം എവിടെയാണ്? ഈ തിരുവചനമാണ്. തിരുവചനത്തിലുള്ളത് മാത്രം ഗ്രഹിക്കുകയും അതിൽ കൂടി മാത്രം ജീവിതത്തെ ക്രമീകരിക്കുകയും അതിൽ കൂടി മാത്രം ജീവിക്കുകയും ചെയ്യേണ്ടവരാണ് ഓരോ ദൈവമക്കളും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം, വേദപുസ്തകം തന്നെ പറയുന്നത് ദൈവവചനം ഏതാണ്? ദൈവശാസ്ത്രീയമായ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനെ കുറിച്ചാണ് നാം ഈ ആഴ്ച ചർച്ച ചെയ്തത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് സെവൻത് അഡ്വെന്റിസ്റ്റ് സഭയ്ക്ക് പ്രവചനാത്മരേഖകളുണ്ട്. ആ പ്രവചനാത്മരേഖകൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരാംശം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിന് സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കുന്നു. അതുപോലെ തന്നെ ദൈവാത്മാവ് ഉള്ളവരായി നാം ഇരിപ്പാൻ ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. ഈ പാഠം ചർച്ചയ്ക്ക് കടന്നു വന്നതായ പാസ്റ്റർ രാജുവിനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ മഹേഷ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് പാസ്റ്റർ രാജുവുമായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് അങ്ങയുടെ വചനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഈ സമയം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കൂടുതൽ വചനാടിസ്ഥാനമായി ജീവിപ്പാനും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ത്വരിതപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കണം. ഇന്ന് ഈ കർത്താവ് വചനം ശ്രവിച്ച എല്ലാ മക്കളോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകും. അതിൽ ആശ്രയിക്കുന്നവരാരും നശിച്ച് പോവുകയില്ല. ദൈവരാജ്യത്തിൽ കടക്കുവാൻ അത് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.